റേഡിയൽ ലൈറ്റിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു RGB പിക്സൽ സ്ട്രിപ്പ് ആയിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റെസ്പോൺസ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു സ്ട്രിപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള RGB ലൈറ്റുകളുടെ കൂടെ അല്ലെങ്കിൽ RGB പിക്സലുകളുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്ലൂടൂത്ത് എനേബിൾഡ് കൺട്രോളറുമായിട്ടാണ്. നമുക്കിത് ഏത് ടൈപ്പിലുള്ള RGB പിക്സലുകളുടെ കൂടെ ഉപയോഗിക്കാം, സ്ട്രിപ്പുകളുടെ കൂടെ ഉപയോഗിക്കാം, മൊഡ്യൂളുകളുടെ കൂടെ ഉപയോഗിക്കാം, നമ്മുടെ നോർമൽ RGB അല്ലെങ്കിൽ മൾട്ടി പിക്സൽ ലൈറ്റുകളുടെ കൂടെയും ഈ ഒരു കൺട്രോളർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള നമ്മൾ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺട്രോളറാണ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിന്റെ കണക്ഷനും അതുപോലെ എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് LED കൺട്രോൾ ചെയ്യാവുന്നതാണ് നമ്മൾ വിശദമായിട്ട് നോക്കുന്നത്. നിങ്ങൾക്ക് LEDയും അതനുബന്ധമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഫീച്ചർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകളെ പറ്റി കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിലോ താഴെ കമന്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ആ പറയുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു കൺട്രോളറിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. SP621E എന്നാണ് ഈ ഒരു കൺട്രോളറിന്റെ പേര്. ഇതിൽ നമുക്ക് സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺട്രോളർ പ്രവർത്തിപ്പിക്കുന്നത്. കണക്ഷൻ എല്ലാം സിമ്പിൾ ആണ്. നമുക്ക് ഒരു സൈഡിലായിട്ട് നോക്കുമ്പോൾ ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള ഒരു DC സോക്കറ്റ് കാണാൻ പറ്റും. ഇത് നമുക്ക് 5 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെയുള്ള ഏതൊരു DC വോൾട്ടേജും ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 വോൾട്ടിന്റെ RGB ലൈറ്റുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, 12 വോൾട്ടിൻ്റെ ഉപയോഗിക്കാം. ഇനി 24 വോൾട്ടിന്റെ അവൈലബിൾ ആണെങ്കിൽ ആ ഒരു ലൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കൺട്രോളർ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. മറുവശത്ത് നമുക്ക് LED കണക്ട് ചെയ്യാനുള്ള ആ ഒരു കണക്ടർ നമുക്ക് കാണാൻ സാധിക്കും. RGB പിക്സലിൽ കണക്ട് ചെയ്യുന്ന കൺട്രോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തന്നെ ഡേറ്റ ഔട്ടും വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ നമ്മൾ ഡേറ്റ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരുവിധം എല്ലാ LED-കളിലും ഈ ഒരു കൺട്രോളർ നമുക്ക് ഉപയോഗിക്കാം. കമ്പനി പറയുന്നത് ഇതിൽ 20 ആംപിയറിന്റെ ഔട്ട് എടുക്കാമെന്നാണ്. അതായത് നമ്മളിപ്പോൾ പിക്സൽ സ്ട്രിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ 4 സെറ്റ് അല്ലെങ്കിൽ 20 മീറ്റർ ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എങ്കിലും നമുക്ക് അധികം ഈ ഒരു കൺട്രോളറിനെ ഓവർലോഡ് ചെയ്യിപ്പിക്കാതെ ഒരു 3 സെറ്റ് അല്ലെങ്കിൽ ഒരു 15 മീറ്റർ അല്ലെങ്കിൽ 15 ആംപിയറിന്റെ വരെ RGB പിക്സലുകൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉപയോഗം അറിഞ്ഞതിന് ശേഷം ഈ ഒരു കൺട്രോളർ വാങ്ങുക. നിങ്ങൾക്ക് 3-ൽ കൂടുതൽ RGB സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ 15 മീറ്ററിൽ കൂടുതൽ RGB സ്ട്രിപ്പുകളൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുകളിലുള്ള കൺട്രോളറാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കൺട്രോളറുകളുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മൾ പിക്സൽ സ്ട്രിപ്പും എടുത്തിട്ടുണ്ട്, അതുപോലെ പിക്സൽ മൊഡ്യൂളും എടുത്തിട്ടുണ്ട്. പവർ ചെയ്യാനായിട്ട് ഒരു 12 വോൾട്ട് 100 വാട്ട്സിന്റെ ഹൈലൈറ്റിന്റെ ഒരു പവർ സപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ട്. കണക്ഷൻ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രൈറ്റ്നസ് കുറയാതിരിക്കുക അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് വരാതിരിക്കാനായിട്ട് എല്ലാ കണക്ഷനുകളിലേക്കും പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കൺട്രോളിന്റെ DC ജാക്കിലേക്ക് ഒരു DC പിൻ ഉപയോഗിച്ചിട്ട് അവിടേക്ക് നമ്മൾ 12 വോൾട്ട് DC സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പവർ സപ്ലൈ ഓൺ ചെയ്യുന്ന സമയത്ത് LED-കൾ നമുക്ക് കത്തുന്നത് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അത് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു കൺട്രോളറിലായിട്ട് ചെറിയൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ QR കോഡ് സ്കാനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്കാൻ ചെയ്യാം. ഇനി QR കോഡ് സ്കാനർ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് QR കോഡ് സ്കാനർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് നമ്മളെ പ്ലേ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്കോ റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് BandLAN-X എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. പണ്ട് ഇതിൻ്റെ പേര് LED Hue എന്നായിരുന്നു, ഇപ്പോൾ പേര് മാറ്റിയിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള കുറേ കൺട്രോളേഴ്സ് നമുക്ക് ഈ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ BandLAN-X എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ LED-കൾ ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഡിവൈസസിൻ്റെ അവിടെ SP621E എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കൺട്രോളർ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി. കണക്ട് ചെയ്യാനായിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണും ഈ ഒരു കൺട്രോളറുമായിട്ട് കണക്ട് ആവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കളർ കാലിബ്രേറ്റ് ചെയ്യണം. കളർ കാലിബ്രേറ്റ് ചെയ്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ റെഡ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചുവപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് LED-യിൽ നീല കത്തും, നീല കൊടുക്കുമ്പോൾ പച്ച കത്തും, പച്ച കൊടുക്കുമ്പോൾ ചുവപ്പ് കത്തും. അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അത് പരിഹരിക്കാനായിട്ട് നമ്മൾ മേളിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് കളർ കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് തൊടുക. അതിനുശേഷം അവർ ചോദിക്കും പ്ലീസ് സെലക്ട് ദ കറണ്ട് കളർ ഓഫ് യുവർ LED സ്ട്രിപ്പ്. നമ്മുടെ LED സ്ട്രിപ്പിൽ ഇപ്പോൾ കത്തുന്ന കളർ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് റെഡ് ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ റെഡ് ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത കളർ ഏതാണെന്നുള്ളതും നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. സംഭവം എന്ന് പറയുന്നത് നമ്മുടെ LED ഇന്ന കളറുകളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളർ കാലിബ്രേഷൻ കറക്റ്റ് ആവും. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഏതൊരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കളറിൽ നമ്മുടെ പിക്സൽ LED കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്നത് ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ ആണ്. താഴെ നമുക്കത് കാണാൻ പറ്റും. ഇത് നമുക്ക് പല പല പാറ്റേണുകളിലും പല പല ഡിസൈനുകളിലും ഈ ഒരു RGB ലൈറ്റ് കത്തിക്കാനുള്ള ഒരു മോഡാണ്. ഇതിൽ നമുക്ക് 142 ഓപ്ഷൻസ് അല്ലെങ്കിൽ 142 ഡിസൈൻസ് അവൈലബിൾ ആണ്. സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു മോഡ് മാറ്റാവുന്നതാണ്. താഴെ വരുമ്പോൾ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റിന്റെ ലെങ്ത്, എത്രത്തോളം എഫക്റ്റ് LED-കളിൽ സ്പ്രെഡ് ആവണം എന്നുള്ളത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഏറ്റവും താഴെ വരുമ്പോൾ ബ്രൈറ്റ്നസിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ 142 ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഫേവറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ താഴെ ഈ ഒരു ബോക്സിൽ നമുക്ക് ആ ഒരു എഫക്റ്റുകൾ മാത്രമായിട്ടും കാണാൻ പറ്റും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബേസിക് കൺട്രോളിംഗിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് വേണ്ട രീതിയിൽ LED-കൾ കത്തിക്കാൻ ഈ ഒരു ഓപ്ഷൻ ധാരാളം. ഇനി താഴെ ഈ ഡൈനാമിക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് സോളിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു സിംഗിൾ കളറിൽ നമ്മുടെ ലൈറ്റ് കത്തിക്കാൻ, നമ്മുടെ RGB ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് ഓൾറെഡി കുറച്ച് കളേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ കളറുകൾ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയല്ല, നിങ്ങൾക്ക് വേണ്ട മറ്റേതെങ്കിലും കളറുകളാണെങ്കിൽ സൈഡിൽ ചെറിയൊരു കളർ വീല് കൊടുത്തിട്ടുണ്ട്. ആ കളർ വീലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറുകൾ നമ്മുടെ പിക്സൽ സ്ട്രിപ്പിൽ അല്ലെങ്കിൽ പിക്സൽ ലൈറ്റിൽ നമുക്ക് കത്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സിംഗിൾ കളർ കത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കൺട്രോളർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഈ താഴെ കാണുന്ന ഈ ഒരു ബൾബിൻ്റെ ഒരു ബട്ടണിൽ ഞെക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പിക്സൽ ഓഫ് ആവുന്നതാണ്. ശേഷം ഈ ഒരു ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും താഴെ നമ്മുടെ ഡൈനാമിക്കിൻ്റെ വലതുവശത്തായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് മ്യൂസിക്കിനനുസരിച്ച് നമുക്ക് LED കത്തിക്കാൻ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോയാൽ മതി. നമുക്ക് ഈ ഒരു മ്യൂസിക് അനുസരിച്ച് കത്തുന്ന ഈ ഒരു മോഡിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളറിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈറ്റിനനുസരിച്ച് LED കത്തുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ ഫോൺ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കൺട്രോളറിൻ്റെ അടുത്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തൊട്ടടുത്ത് എവിടെയെങ്കിലും നമ്മൾ ഫോണുമായിട്ട് വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു ലൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു LED കത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ലൈറ്റിനനുസരിച്ച് മാത്രം കത്തേണ്ട ഒരു സിസ്റ്റമാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ SP107E എന്ന് പറയുന്ന ഒരു കൺട്രോളർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവൻറ്റുകളൊക്കെ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബസ്സുകളിലൊക്കെ വെക്കാനാണെങ്കിൽ ഈ ഒരു കൺട്രോളറിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് ആ ഒരു SP107E എന്ന് പറയുന്ന കൺട്രോളർ ആയിരിക്കും. അതിൽ നമുക്ക് ഇൻബിൽട്ട് മൈക്ക് വരുന്നുണ്ട്. സോ ഒരു വട്ടം കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാട്ടിനനുസരിച്ച് ആ ഒരു കൺട്രോളർ തന്നെ നമുക്ക് LED കത്തിച്ച് തന്നോളും. സോ നിങ്ങൾക്ക് അത്തരത്തിലൊരു ഉപയോഗമാണ് ഉള്ളതെങ്കിൽ ആ ഒരു കൺട്രോളർ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് ജസ്റ്റ് ഈ ഒരു LED പിക്സൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കൺട്രോളറാണ് വേണ്ടതെങ്കിൽ ഈ പറഞ്ഞ SP621E എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കൺട്രോളർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് റെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ കറൻ്റ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് അറിയാനും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊച്ചി നോർത്ത് പരവൂരും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുമാണ്. ഇനിയല്ല, നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. സോ LED സംബന്ധമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.